നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. 48 മണിക്കൂർ സമയം ഇതായിരുന്നു ട്രംപ് ഇറാന് മുന്നിൽ വെച്ചിട്ടുള്ള ലാസ്റ്റ് വാണിംഗ്. ആ 48 മണിക്കൂറിനുള്ളിൽ ഹോർമുസ് കടലിടുക്ക് തുറന്നില്ലെങ്കിൽ പല തന്ത്രപ്രധാനമായിട്ടുള്ള ഊർജ പ്ലാന്റുകളടക്കം തകർത്ത് തരിപ്പണമാക്കുമെന്നാണ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയത്. ഏതായാലും ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇറാനും ചില നിർണായകമായിട്ടുള്ള നീക്കങ്ങൾ നടത്തിയിരിക്കുകയാണ്. ആഗോള അസംസ്കൃത എണ്ണ വിതരണത്തിൻ്റെ 20% വഹിക്കുന്ന നിർണായക ജലപാത പൂർണ്ണമായും തുറക്കാൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് 48 മണിക്കൂർ അന്ത്യശാസനം വന്നതിന് പിന്നാലെ നിർണായക നീക്കവുമായി ഇറാൻ. ഹോർമുസ് കടലിടുക്ക് തങ്ങളുടെ ശത്രുക്കൾക്കും അവരുമായി ബന്ധമുള്ളവർക്കും ഒഴികെ മറ്റെല്ലാവർക്കും വേണ്ടി തുറന്നു കൊടുക്കുകയാണെന്ന് ഇറാൻ. അതായത് ഇപ്പോൾ കഴിഞ്ഞ ഫെബ്രുവരി 28 മുതൽ തുടങ്ങിയിട്ടുള്ള ഈ ഒരു യുദ്ധത്തിൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഹോർമുസ് അടച്ച് മറ്റുള്ള ലോകരാജ്യങ്ങളെ മുഴുവൻ സ്തംഭിപ്പിച്ച ഒരു നിർണായക നീക്കം ഇറാൻ എടുത്തത്. ഇപ്പോഴിതാ തങ്ങളുടെ ശത്രുക്കൾക്കും അവരുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന രാജ്യങ്ങൾക്കും ഒഴികെ എല്ലാവർക്കുമായിട്ട് ഇറാൻ ഇപ്പോൾ ഹോർമുസ് കടലിടുക്ക് തുറന്നു കൊടുക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഐക്യരാഷ്ട്രസഭയുടെ മാരിടൈം ഏജൻസിയിലെ ഇറാൻ പ്രതിനിധിയാണ് ഇക്കാര്യം പ്രസ്താവനയിലൂടെ അറിയിച്ചിരിക്കുന്നത്. ഹോർമുസ് കടലിടുക്ക് തുറന്നു നൽകാൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാന് 48 മണിക്കൂർ സമയം അനുവദിച്ചിരുന്നു. തുറന്നില്ലെങ്കിൽ ഇറാന്റെ ഊർജ്ജ നിലയങ്ങൾ ആക്രമിക്കുമെന്നാണ് ട്രംപിന്റെ ഭീഷണി. ഹോർമുസ് കടലിടുക്ക് ശത്രുക്കൾ ഒഴികെ എല്ലാവർക്കും തുറന്നു കൊടുക്കുന്നു എന്നാണ് അന്താരാഷ്ട്ര മാരിടൈം ഓർഗനൈസേഷനിലെ ഇറാൻ പ്രതിനിധി അലി മൗസവി പറഞ്ഞിരിക്കുന്നത്. എന്നാൽ കപ്പലുകളുടെയും അവരുടെ ജീവനക്കാരുടെയും സുരക്ഷയ്ക്ക് ഇറാനിയൻ അധികാരികളുമായി ഏകോപനം ആവശ്യമാണ് എന്നും ഇറാൻ പ്രതിനിധി പറഞ്ഞു. മാരിടൈം സുരക്ഷ മെച്ചപ്പെടുത്തുന്നതിനും നാവികരെ സംരക്ഷിക്കുന്നതിനും IMOയോടും മറ്റ് രാജ്യങ്ങളോടും സഹകരിക്കാൻ ഇറാൻ തയ്യാറാണെന്നും മൗസവി പറഞ്ഞു. ഇറാൻ നയതന്ത്രത്തിനാണ് മുൻഗണന നൽകുന്നത്. പൂർണ്ണമായ അധിനിവേശം അവസാനിപ്പിക്കലും പരസ്പര വിശ്വാസവും ഉറപ്പാക്കലും പ്രധാനമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പിന്നാലെ ട്രംപിന് മറുപടിയുമായി ഇറാൻ റവല്യൂഷണറി കോറും രംഗത്തെത്തി. ഇറാന്റെ ഇന്ധന ഊർജ അടിസ്ഥാന സൗകര്യങ്ങൾക്കെതിരെ ആക്രമണം ഉണ്ടായാൽ ഈ മേഖലയിലെ അമേരിക്കയുടെയും സയനിസ്റ്റ് ഭരണകൂടത്തിൻ്റെയും എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ലക്ഷ്യമിടുമെന്നാണ് ഇറാൻ സൈനിക വക്താവ് വ്യക്തമാക്കിയത്. ട്രൂത്ത് സോഷ്യലിലൂടെയായിരുന്നു ട്രംപിൻ്റെ ഭീഷണി. 48 മണിക്കൂറിനുള്ളിൽ ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായും തുറന്നില്ലെങ്കിൽ അവരുടെ വിവിധ ഊർജ പ്ലാന്റുകൾ തകർക്കുമെന്നാണ് ട്രംപിൻ്റെ മുന്നറിയിപ്പുണ്ടായിരുന്നത്. ഏറ്റവും വലുതിൽ നിന്നായിരിക്കും തുടക്കമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. സംഘർഷത്തിന് കാരണമായ ഫെബ്രുവരി 28-ന് ഇറാനിൽ US സംയുക്ത ആക്രമണത്തിന് പ്രതികാരമായി ഇറാൻ ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള ഗതാഗതം നിർത്തിവെച്ചിരുന്നു. ഒപ്പം ഇസ്രായേൽ പ്രദേശങ്ങളിൽ ആക്രമണം അഴിച്ചുവിടുകയും US സൈനിക താവളങ്ങൾക്ക് ആതിഥേയത്വം വഹിക്കുന്ന ഗൾഫ് രാജ്യങ്ങളെ ലക്ഷ്യമിടുകയും ചെയ്തിരുന്നു. ഇറാനും തങ്ങളുടെ നിലപാട് കടുപ്പിച്ചിരിക്കുകയാണ്. രാജ്യത്തിൻ്റെ ഊർജ്ജ അടിസ്ഥാന സൗകര്യങ്ങൾക്കെതിരെ ആക്രമണം ഉണ്ടായാൽ ഗൾഫ് മേഖലയിലെ അമേരിക്കയുടെയും സഖ്യകക്ഷികളുടെയും ഊർജ്ജ വിവര സാങ്കേതിക വിദ്യ, പ്രത്യേകിച്ച് ഉപ്പുവെള്ളം നിർവീര്യമാക്കൽ പ്ലാന്റുകൾക്കെതിരെ ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്നാണ് ഇറാൻ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇതൊരു പരമ്പരാഗത യുദ്ധത്തിൻ്റെ പരിധി കടന്ന് അടിസ്ഥാന സൗകര്യങ്ങളെ ലക്ഷ്യമാക്കുന്ന ഒരു വ്യാപക സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നുവെന്ന സൂചനയാണ് നൽകുന്നത്. ഗൾഫ് രാജ്യങ്ങളുടെ കാര്യത്തിൽ ഡീസലൈനേഷൻ പ്ലാന്റുകളുടെ പ്രാധാന്യം വളരെ വലുതാണ്. ഈ രാജ്യങ്ങൾ കുടിവെള്ളത്തിനായി പ്രധാനമായും കടൽവെള്ളം ശുദ്ധീകരിക്കുന്ന ഈ സംവിധാനങ്ങളെയാണ് ആശ്രയിക്കുന്നത്. അത്തരത്തിലുള്ള പ്ലാന്റുകൾക്ക് നേരെ ഉണ്ടാകുന്ന ഒരു ആക്രമണം സാധാരണ സൈനിക നഷ്ടം മാത്രമല്ല, ലക്ഷക്കണക്കിന് ആളുകളുടെ ദൈനംദിന ജീവിതത്തെ നേരിട്ട് ബാധിക്കുന്ന ഒരു മനുഷ്യാവകാശ പ്രതിസന്ധിയിലേക്കും നയിക്കാം. സൗദി അറേബ്യയിലെ ജുബൈൽ പോലുള്ള വലിയ പ്ലാന്റുകൾക്ക് നേരെ ഉണ്ടാകുന്ന ആക്രമണം ലക്ഷക്കണക്കിന് ജനങ്ങളെ കുടിയൊഴിപ്പിക്കേണ്ട സാഹചര്യം സൃഷ്ടിക്കുമെന്നും റിപ്പോർട്ടുകൾ മുന്നറിയിപ്പ് നൽകുന്നു. ഇസ്രായേലിന്റെ പിടിവാശിക്ക് മുന്നിൽ ഒരു ആവേശത്തിന് എടുത്തു ചാടിയ ട്രംപ് നിലവിൽ യുദ്ധം അവസാനിപ്പിക്കാൻ ചക്രശ്വാസം വലിക്കുന്നുവെന്നാണ് വിദഗ്ധർ പറയുന്നത്. ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിൻ്റെ യഥാർത്ഥ വിജയം ആരെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം റഷ്യ എന്നായിരിക്കും. തോറ്റത് അമേരിക്കയും. വർഷങ്ങളായി നഷ്ടമായിരുന്ന വിപണി ഒരു ഞൊടി കൊണ്ടാണ് റഷ്യ തിരിച്ചു പിടിച്ചത്.
അതും ലോക രാജ്യങ്ങൾ റഷ്യയെ തേടി അങ്ങോട്ട് ചെല്ലേണ്ട അവസ്ഥയുണ്ടായി. ഇറാൻ ഹോർമുസ് തടസ്സപ്പെടുത്തിയതോടെയാണ് റഷ്യ ഉണർന്നത്. ആഗോള വ്യാപാരത്തിന് 20% കൈകാര്യം ചെയ്തിരുന്ന ഹോർമുസ് പാത അടച്ചതോടെ ആഗോള ഊർജ്ജ വിപണി ചൂടറിഞ്ഞു. പല രാജ്യങ്ങളെയും സംബന്ധിച്ച് ഹോർമുസ് പാത ഉപയോഗിക്കാത്ത റഷ്യ അല്ലാതെ മറ്റൊരു ഓപ്ഷൻ ഇല്ലാതെയായി. യുക്രൈൻ യുദ്ധത്തെ തുടർന്ന് 2022 മുതൽ റഷ്യ നേരിടുന്ന പല ഉപരോധങ്ങളും ഉരുകിയൊലിച്ചു. US തന്നെ റഷ്യൻ എണ്ണ വാങ്ങാൻ ലോകത്തോട് ആവശ്യപ്പെട്ടു. USന്റെ ആദ്യ തോൽവി ഇവിടെ തുടങ്ങുന്നു. യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ റഷ്യയെ സാമ്പത്തികമായി ശ്വാസം മുട്ടിച്ചവർ തന്നെ ദിവസങ്ങൾ കൊണ്ട് അവരുടെ ഖജനാവ് നിറച്ചു. ഇറാൻ യുദ്ധത്തിന് മുമ്പ് $60 താഴെയായിരുന്ന റഷ്യൻ എണ്ണയുടെ ബാരൽ വില. എന്നിട്ടും യൂറോപ്യൻ യൂണിയൻ US ഉപരോധങ്ങൾ ഭയന്ന് അത് വാങ്ങാൻ ആളുണ്ടായിരുന്നില്ല. എന്നാൽ യുദ്ധം തുടങ്ങി മണിക്കൂറുകൾക്കുള്ളിൽ റഷ്യൻ എണ്ണ ഏവർക്കും പ്രിയപ്പെട്ടതായി. നിലവിൽ യുറൽസ് ബാരലിന് $90 മുകളിൽ വ്യാപാരം ചെയ്യുന്നു. പ്രൈസ് ക്യാമ്പുകളുടെ പൊടി പോലുമില്ല. യുദ്ധത്തിന് ശേഷം റഷ്യയുടെ പ്രതിദിന വരുമാനം $700 മില്യൺ മുതൽ $800 മില്യൺ വരെ വർദ്ധിച്ചുവെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. ആദ്യ 2 ആഴ്ചയിൽ തന്നെ ഇത് അവരുടെ അടിസ്ഥാന വിലയേക്കാൾ ഏകദേശം $777 മില്യൺ അധിക ലാഭത്തിനും കാരണമായി. ഉപരോധങ്ങൾ കൊണ്ട് യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ ലക്ഷ്യമിട്ട US തന്നെയാണ് ഈ ലോട്ടറിക്ക് വഴി തുറന്നതെന്നതാണ് വിരോധാഭാസം. ഇനി വരുമാനം വരുന്നത് എണ്ണയിൽ നിന്ന് മാത്രമാണെന്ന് കരുതിയെങ്കിൽ തെറ്റി. ആയുധ വിൽപ്പനയും പ്രധാനം തന്നെ, അതും ഇറാനുമായി. ഇറാന് വ്യാമ പ്രതിരോധ സംവിധാനങ്ങൾ നൽകുന്നതിന് റഷ്യ അടുത്തിടെ ഒരു കരാറിലെത്തിയിരുന്നു. ഏകദേശം $495 മില്യൺ മൂല്യം വരുന്ന ഈ ഡീൽ ഇറാന്റെ കവചം റഷ്യൻ ആയുധങ്ങളാണ്. ഇതും ട്രംപിന് തിരിച്ചടി തന്നെ. ഇസ്രായേലിന്റെ വാക്കും കേട്ട് ട്രംപ് പണി മേടിച്ചു എന്ന് പറയുന്നതാകും ശരി. ഇറാൻ യുദ്ധം വെനിസ്വലൻ നീക്കം പോലെ സിമ്പിൾ ആയിരിക്കുമെന്നാണ് ട്രംപ് കരുതിയത്. പക്ഷേ ഇറാൻ തിരിച്ചടിക്കാൻ തുടങ്ങിയതോടെ ട്രംപ് വിയർക്കാൻ തുടങ്ങി. ഇറാൻ ഗൾഫ് വഴി USനെ ഞെരുക്കുകയാണ് ചെയ്തത്. ഇറാൻ യുദ്ധത്തെ തുടർന്ന് USും ഗൾഫും തമ്മിലുള്ള ബന്ധത്തിൽ വൻ വിള്ളൽ സൃഷ്ടിക്കപ്പെട്ടു. ഹോർമുസ് പാത ബലപ്രയോഗത്തിലൂടെ തുറക്കാൻ ട്രംപ് ശ്രമിച്ചെങ്കിലും സാധിക്കാതെ പോയി. അതിനിടെ ഇന്ത്യയെ പാത ഉപയോഗിക്കാൻ ഇറാൻ സമ്മതിക്കുകയും ചെയ്തു. ഇതോടെ റഷ്യൻ എണ്ണയ്ക്ക് മേൽ ചുമത്തിയിരുന്ന എല്ലാ നിയന്ത്രണങ്ങളും പിൻവലിക്കാൻ ട്രംപ് നിർബന്ധിതനായി. ഇതിനിടെ ഇന്ത്യയുമായി ഉറപ്പിച്ചിരുന്ന വ്യാപാര കരാറും ട്രംപിന് നഷ്ടമായെന്ന് പറയാം. കൂടുതൽ രാജ്യങ്ങൾ USുമായുള്ള കരാറിൽ നിന്ന് പിന്മാറിയേക്കുമെന്ന ആശങ്കയും ശക്തമാണ്. ഇറാൻ യുദ്ധം ഇസ്രായേലിന്റെ ആണെങ്കിലും മുന്നിൽ നിന്ന് പണമിറക്കി കളിക്കുന്നത് US ആണ്. ഇസ്രായേലിനുള്ള സൈനിക സഹായം ഹൂത്തികളെ നേരിടാനുള്ള നീക്കങ്ങൾക്കുമായി കഴിഞ്ഞ വർഷം US കുറഞ്ഞത് $22.76 ബില്യൺ ചിലവഴിച്ചെന്നാണ് വിലയിരുത്തൽ. എന്നാൽ യുദ്ധം തുടങ്ങിയതോടെ ഈ മേഖലയിലെ ചിലവ് കുതിച്ചുവരികയാണ്. US ആയുധ കലവറ മുമ്പില്ലാത്ത വണ്ണം വറ്റി വരളുകയാണ്. ആയുധ നിർമ്മാതാക്കളോട് ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ പെന്റഗൺ ആവശ്യപ്പെട്ടു കഴിഞ്ഞു.